നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കും. ഇതു കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയം വേഗത്തിലടിച്ചോ? ശരിയാണ്. കാരണം ഈ വീഡിയോ നിങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഞാൻ ഒരുക്കുന്നത്. മീനം രാശിക്കാരായ നിങ്ങൾക്കായി പ്രപഞ്ചം തയ്യാറാക്കിയിരിക്കുന്ന ഒരു രഹസ്യ സന്ദേശമാണിത്. ഈ സന്ദേശം നിങ്ങൾ അവഗണിച്ചാൽ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു നിമിഷം പോലും മിസ് ചെയ്യരുത്. കാരണം ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയെ സ്പർശിക്കുന്നതാണ്. 150 വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ വരുന്ന ഒരു പ്രപഞ്ചശക്തിയാണ് മീനം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഇതൊരു അദ്ഭുതമാണ്. ഇതൊരു അനുഗ്രഹമാണ്. പക്ഷേ ഇതൊരു മുന്നറിയിപ്പും കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അനുഗ്രഹം നിങ്ങളുടെ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഹൃദയം തുറന്നു സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും തയ്യാറാകാനും ഇത് നിങ്ങളെ സഹായിക്കും. ഗുരു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണ്. ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തുനിന്ന് നിങ്ങളെ നോക്കി നിൽക്കുന്നു. രാഹു കേതുക്കളുടെ ചലനം നിങ്ങളുടെ മനസ്സിനെ കുലുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഗ്രഹങ്ങളുടെ ദിശകൾ മാറുകയാണ്. പ്രപഞ്ച ഊർജം നിങ്ങളുടെ ചുറ്റും ചുഴലിക്കാറ്റ് പോലെ കറങ്ങുന്നു. ഈ ഊർജം നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ചാൽ വലിയ വിജയം നിങ്ങളെ തേടിവരും. എന്നാൽ അവഗണിച്ചാൽ നഷ്ടങ്ങളും നിരാശകളും മാത്രം അവശേഷിക്കും. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലർ വരാൻ പോകുന്നു. ചില അവസരങ്ങൾ വാതിൽ തട്ടാൻ പോകുന്നു. ചില വാർത്തകൾ നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നു. ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. ഇതു നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത 30 ദിവസങ്ങളിൽ ഫലം കാണിക്കും. അതിനുശേഷം എല്ലാം വേഗത്തിൽ മുന്നോട്ടു പോകും. നിങ്ങളുടെ ശത്രുക്കൾ പിന്നോട്ടു പോകും. നിങ്ങളുടെ ഭാഗ്യം മുന്നോട്ടു വരും. മീനം രാശിക്കാരെ, നിങ്ങൾ സ്വപ്നക്കാരാണ്. നിങ്ങൾ ഭാവനാത്മകരാണ്. നിങ്ങൾ ആത്മീയതയിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറുള്ളവരാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആശയക്കുഴപ്പത്തിലാകും. നിങ്ങളുടെ മനസ്സ് 2 ദിശകളിലേക്ക് പോകും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങൾക്ക് വ്യക്തത നൽകാൻ പോകുന്നു. നിങ്ങളുടെ വഴി നിങ്ങൾക്കു കാണാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കു വ്യക്തമാകും. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും. പുതിയ പദ്ധതികളിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. മുകളിൽ ഇരിക്കുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ കഴിവുകൾ അവർക്കു മനസ്സിലാകും. ഇത് പ്രമോഷനിലേക്കോ ശമ്പള വർധനയിലേക്കോ നയിക്കാം. പക്ഷേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം. ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യരുത്. കാരണം ശനിയുടെ കണ്ണ് നിങ്ങളുടെ മേൽ ഉണ്ട്. അദ്ദേഹം നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ വിജയിച്ചാൽ വലിയ സമ്മാനം ലഭിക്കും. ബിസിനസ് ചെയ്യുന്ന മീനം രാശിക്കാർക്കായി പ്രത്യേക സന്ദേശമുണ്ട്. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വരും. പുതിയ ക്ലയന്റുകൾ നിങ്ങളെ സമീപിക്കും. പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം ശരിയായ ആസൂത്രണം വേണം. നിങ്ങൾ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കണം. എഴുതിവച്ചതു മാത്രം വിശ്വസിക്കണം. വാക്കുകളിൽ മാത്രം ആശ്രയിക്കരുത്. ചില ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചേക്കാം. അവർക്കെതിരെ ജാഗ്രത പാലിക്കണം. പണത്തിന്റെ കാര്യത്തിൽ ഈ സമയം വളരെ നല്ലതാണ്. പഴയ കടങ്ങൾ തിരികെ കിട്ടും. മുടങ്ങിക്കിടന്ന തുകകൾ വീണ്ടും ഒഴുകിയെത്തും. എവിടെ നിന്നോ പെട്ടെന്ന് പണം വരാനുള്ള യോഗമുണ്ട്. ഇതൊരു സമ്മാനമായിരിക്കാം. ഒരു സമ്മാനമായിരിക്കാം. ഒരു നേട്ടമായിരിക്കാം. അല്ലെങ്കിൽ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനമായിരിക്കാം. എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ പോകുന്നു. എന്നാൽ ഈ പണം നിങ്ങൾ ശരിയായി ഉപയോഗിക്കണം. നിങ്ങൾ ലാഭകരമായ നിക്ഷേപങ്ങൾ നടത്തണം. നിങ്ങൾ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിദേശത്തേക്കുള്ള അവസരങ്ങൾ വന്നേക്കാം. ഇത് ജോലിക്കായോ ബിസിനസ്സിനായോ വിദ്യാഭ്യാസത്തിനായോ ആയിരിക്കാം. ഗുരുവിന്റെ കൃപയാൽ ഈ അവസരം സാധിക്കും. പക്ഷെ നിങ്ങൾ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കണം. നിങ്ങൾക്ക് എല്ലാ രേഖകളും സജ്ജമാണോ? നിങ്ങൾക്ക് മാനസികമായി തയ്യാറാണോ? നിങ്ങളുടെ കുടുംബം ഇതിനെ പിന്തുണയ്ക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ശേഷം മാത്രം മുന്നോട്ടു പോകണം. കാരണം ഇതൊരു ജീവിത മാറ്റമാണ്. ഇതിനെ നിസ്സാരമായി കാണരുത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ മീനം രാശിക്കാർ വളരെ വികാരഭരിതരാണ്. നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കായി എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടാതെ വരും. നിങ്ങൾ ഏകാന്തത അനുഭവിക്കും. പക്ഷേ ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങൾക്കായി വളരെ പ്രത്യേകമായ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അവിവാഹിതരായ മീനം രാശിക്കാർക്ക് അടുത്ത 30 ദിവസങ്ങളിൽ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരാൾ നിങ്ങളുടെ ഹൃദയം മോഷ്ടിക്കും. ആ വ്യക്തി നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾക്കൊരു പുതിയ തുടക്കം നൽകും. വിവാഹിതരായ മീനം രാശിക്കാർക്കും നല്ല വാർത്തയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മധുരത വർദ്ധിക്കും.
പഴയ തർക്കങ്ങൾ അവസാനിക്കും. പുതിയ മനസ്സിലാക്കലുകൾ ഉണ്ടാകും. നിങ്ങളുടെ ഇന നിങ്ങളെ നന്നായി മനസ്സിലാക്കും. നിങ്ങൾക്കിടയിൽ ആത്മബന്ധം ശക്തമാകും. ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സമയം ചെലവഴിക്കണം. ഒരുമിച്ച് സഞ്ചരിക്കണം. പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കണം. ചെറിയ ആശ്ചര്യങ്ങളാൽ സന്തോഷിപ്പിക്കണം. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കും. കുടുംബത്തിൽ നിന്നു നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ തലയിൽ എപ്പോഴും ഉണ്ടാകും. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും. കുടുംബത്തിൽ ഏതെങ്കിലും സന്തോഷവാർത്ത വരാം. ഒരു വിവാഹം നടന്നേക്കാം. ഒരു കുഞ്ഞു ജനിക്കാം. ആരെങ്കിലും നല്ല ജോലി നേടിയേക്കാം. ഈ സന്തോഷം മുഴുവൻ കുടുംബത്തെയും ഒന്നിപ്പിക്കും. നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും. സമാധാനവും സന്തോഷവും വളരും. എന്നാൽ ഒരു ചെറിയ മുന്നറിയിപ്പുണ്ട്. കുടുംബത്തിൽ പഴയ സ്വത്ത് വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വന്നേക്കാം. പണത്തിന്റെ കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇതിനോട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സമീപിക്കണം. ഉഗ്രമായി സംസാരിക്കരുത്. കോപിക്കരുത്. ശാന്തമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എല്ലാവരുടെയും താൽപര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു നല്ല പരിഹാരത്തിലെത്തണം. ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം വലുതാകാതെ അവസാനിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. തലവേദന ഉണ്ടാകാം. ക്ഷീണം തോന്നാം. ഉറക്കത്തിൽ കുറവ് വന്നേക്കാം. ദഹന പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. നിങ്ങൾ സ്വയം പരിപാലിച്ചാൽ പെട്ടെന്ന് മാറും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം. വേണ്ടത്ര വെള്ളം കുടിക്കണം. നല്ല ഉറക്കം ഉറപ്പാക്കണം. വ്യായാമം ചെയ്യണം. യോഗ ചെയ്യണം. ധ്യാനിക്കണം. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാലൻസ്ഡ് ആക്കും. സമാധാനത്തിനായി നിങ്ങൾ പ്രത്യേകം പ്രവർത്തിക്കണം. മീനം രാശിക്കാർ വളരെ സെൻസിറ്റീവ് ആയ ആളുകളാണ്. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ആഴത്തിൽ ബാധിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തുന്നത് പോലെ തോന്നും. ചിലപ്പോൾ നിങ്ങൾ അമിത ചിന്തയിൽ കുടുങ്ങും. ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കും. ഇത് നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറണം. പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളായ മീനം രാശിക്കാർക്ക് ഈ സമയം നല്ലതാണ്. നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അധ്യാപകരും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ മികച്ച റിസൾട്ട്സ് നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. തുമ്പടിക്കാൻ പാടില്ല. സമയം പാഴാക്കരുത്. മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും അടിമയാകരുത്. പഠനത്തിനു മുൻഗണന നൽകണം. പരീക്ഷകൾക്കു നല്ല രീതിയിൽ തയ്യാറെടുക്കണം. എങ്കിൽ വിജയം ഉറപ്പാണ്. ഇപ്പോൾ വരാം 3 വലിയ സംഭവങ്ങളെക്കുറിച്ച്. ഈ സംഭവങ്ങൾ അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇത് 100% നടക്കും. പ്രപഞ്ചം ഇത് തീരുമാനിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ സംഭവം വളരെ പെട്ടെന്ന് സംഭവിക്കും. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഒരാൾ സമീപിക്കും. ആ വ്യക്തി നിങ്ങൾക്കൊരു ഓഫർ കൊണ്ടുവരും. അതൊരു ജോലി ഓഫർ ആയിരിക്കാം. ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരമായിരിക്കാം. ആദ്യം ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നും. നിങ്ങൾ സംശയിക്കും. എന്നാൽ ശ്രദ്ധയോടെ പരിശോധിച്ചാൽ ഇതിൽ വലിയ സാധ്യതകൾ ഉള്ളതായി കാണാം. ഈ അവസരം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ശരിയായി വിലയിരുത്തണം. എല്ലാ വശങ്ങളും പരിശോധിക്കണം. ഗുണദോഷങ്ങൾ കണക്കാക്കണം. വിശ്വസ്തരായ ആളുകളോട് ഉപദേശം തേടണം. എന്നിട്ട് തീരുമാനമെടുക്കണം. നിങ്ങൾ ശരിയായ തീരുമാനം എടുത്താൽ ഈ അവസരം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റും. നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. നിങ്ങളുടെ സാമൂഹിക നില ഉയരും. നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കും. പുതിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. രണ്ടാമത്തെ സംഭവം നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അടുത്ത 20-30 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരാൾ വരും. ആ വ്യക്തി നിങ്ങളുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ വളരെ നാളായി കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമായിരിക്കാം. അല്ലെങ്കിൽ പൂർണ്ണമായും പുതിയ ആളായിരിക്കാം. എന്തായാലും ആ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ വികാരങ്ങളെ ഇളക്കും. നിങ്ങളുടെ മനസ്സിനെ കുലുക്കും. നിങ്ങളെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കും. ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സമീപനം വളരെ പ്രധാനമാണ്. നിങ്ങൾ തുറന്ന മനസ്സുള്ളവരായിരിക്കണം. പക്ഷേ അമിത വിശ്വാസത്തിൽ പെടരുത്. നിങ്ങൾ സൗഹൃദപരമായിരിക്കണം. പക്ഷേ അതിരുകൾ നിലനിർത്തണം. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കണം. പക്ഷേ തലച്ചോറും ഉപയോഗിക്കണം. ഈ സന്തുലിതാവസ്ഥ പാലിച്ചാൽ ഈ കണ്ടുമുട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് പുതിയ ദിശ നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അർത്ഥം കൊണ്ടുവരും. മൂന്നാമത്തെ സംഭവം ഏറ്റവും ശക്തമായതാണ്. ഇത് അടുത്ത 30 ദിവസങ്ങളുടെ അവസാനത്തോട് അടുക്കുമ്പോൾ സംഭവിക്കും. ഇതൊരു അപ്രതീക്ഷിത വാർത്തയായിരിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കും. ഇതു നല്ലതായിരിക്കാം. അല്ലെങ്കിൽ ആദ്യം ബുദ്ധിമുട്ടുള്ളതായി തോന്നിയാലും ഒടുവിൽ നല്ലതായി മാറും. ഈ സംഭവം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ പാതയിലേക്ക് തിരിച്ചുവിടും. നിങ്ങൾ ഒരുപക്ഷേ മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം.
മറ്റൊരു രംഗത്തേക്കു കടക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ മുഴുവനായും പുതിയ ഒരു തുടക്കം നടത്തേണ്ടി വന്നേക്കാം. ഈ 3 സംഭവങ്ങളും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം കൊണ്ടുവരും. ആദ്യം നിങ്ങൾ അസ്വസ്ഥരാകും, ആശയക്കുഴപ്പത്തിലാകും. എന്നാൽ പിന്നീട് എല്ലാം വ്യക്തമാകും. ഒരു വലിയ യുക്തി മനസ്സിലാകും. എന്തിനാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നു നിങ്ങൾക്ക് മനസ്സിലാകും. പ്രപഞ്ചത്തിന്റെ പദ്ധതി മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലാകും. എന്നാൽ ഈ യാത്രയിൽ കുറച്ചു വെല്ലുവിളികളും ഉണ്ടാകും. മറഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളും നിങ്ങളെ നേരിടാം. ആദ്യത്തെ വെല്ലുവിളി നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നു വരും. പഴയ തെറ്റുകൾ വീണ്ടും തലയുയർത്തും. പഴയ ബന്ധങ്ങൾ വീണ്ടും നിങ്ങളെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കും. പഴയ പ്രശ്നങ്ങൾ പുതിയ രൂപത്തിൽ മടങ്ങിവരും. നിങ്ങൾ ഇതിനോട് ശക്തിയോടെ നേരിടണം. നിങ്ങൾ ഭൂതകാലത്തിൽ കുടുങ്ങി നിൽക്കരുത്. മുന്നോട്ടു നോക്കണം. പുതിയ തുടക്കങ്ങൾ സ്വീകരിക്കണം. രണ്ടാമത്തെ വെല്ലുവിളി നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുവരും. ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കും. നിങ്ങളുടെ കഴിവുകളെ സംശയിക്കും. എന്നാൽ നിങ്ങൾ അവരുടെ വാക്കുകൾ ഹൃദയത്തിലേക്കെടുക്കരുത്. നിങ്ങൾ സ്വയം വിശ്വസിക്കണം. നിങ്ങളുടെ പാതയിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്കറിയാം എന്താണ് ശരി എന്ന്. നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം കേൾക്കണം. പുതിയ ചന്ദ്രോദയത്തിനു ശേഷം നിങ്ങൾ ദരിദ്രരായവർക്കു ദാനം ചെയ്യണം. പ്രത്യേകിച്ച് ഭക്ഷണവും വസ്ത്രവും. അതു നിങ്ങൾക്ക് പുണ്യവും നല്ല കർമ്മവും ചേർക്കും. എല്ലാ ദിവസവും കുറച്ചു സമയമെങ്കിലും ധ്യാനിക്കണം. നിങ്ങളുടെ ശ്വാസം നിരീക്ഷിക്കണം. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം. ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. പോസിറ്റീവ് ചിന്തകൾ വളർത്തും. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവവുമായി ബന്ധപ്പെടാൻ സഹായിക്കും. ഈ പരിഹാരങ്ങളോടൊപ്പം നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല വാക്കുകൾ സംസാരിക്കണം. നല്ല ചിന്തകൾ ചിന്തിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെ. നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കണം. വൃക്ഷങ്ങൾ നടണം. പ്രദേശം ശുദ്ധമാക്കണം. മൃഗങ്ങളെ സ്നേഹത്തോടെ കാണണം. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്നു വലിയ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കും. ആ എനർജി നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യും. മീനം രാശിക്കാരെ, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും. നിങ്ങളുടെ വിധി നിർണയിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. സജീവമായിരിക്കണം. എല്ലാ നിമിഷവും സൂക്ഷ്മതയോടെ ജീവിക്കണം. ഓരോ തീരുമാനവും ബോധപൂർവം എടുക്കണം. ഓരോ പ്രവൃത്തിയും ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിജയം നിങ്ങളുടെ കാലടിയിൽ വന്നു വീഴും. എന്നെ വിശ്വസിക്കൂ മീനം രാശിക്കാരെ, നിങ്ങൾ അത്ഭുതകരമായ ആളുകളാണ്. നിങ്ങൾക്കു അളവറ്റ സാധ്യതകളുണ്ട്. നിങ്ങൾക്കു അപാരമായ കഴിവുകളുണ്ട്. നിങ്ങൾക്കു മനോഹരമായ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായി. നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി. നിങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായും വികസിപ്പിക്കാനുള്ള സമയമായി. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ നിമിഷം പാഴാക്കരുത്. ഇപ്പോൾ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ലക്ഷ്യം നേടൂ. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കൂ. നിങ്ങളുടെ ഈ യാത്രയിൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടാകും. എന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. പ്രപഞ്ചത്തിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ പൊതിയട്ടെ. നിങ്ങളുടെ ജീവിതം സന്തോഷത്താലും സമൃദ്ധിയാലും സമാധാനത്താലും നിറയട്ടെ. നിങ്ങൾ എല്ലാ വിജയങ്ങളും നേടട്ടെ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും പരിവർത്തനം ചെയ്യപ്പെടട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ അമർത്തൂ. അങ്ങനെ എന്റെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്കു ലഭിക്കും. വരാൻ പോകുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്കായി കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. പ്രപഞ്ചത്തിന്റെ കൂടുതൽ സന്ദേശങ്ങൾ പങ്കുവയ്ക്കും. അടുത്ത വീഡിയോ കാണുന്നത് വരെ സുരക്ഷിതരായിരിക്കൂ. ആരോഗ്യത്തോടെയിരിക്കൂ. സന്തോഷത്തോടെയിരിക്കൂ. പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കട്ടെ.